നോർത്ത് പറവൂർ ചെറിയ പല്ലന്തുരുത്ത് തുയിത്ര സഹായി സംഘടനയുടെ 11ാമത് വാർഷികാഘോഷവും ലോക വയോജന ദിനാചരണവും അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. യൂട്യൂബ് ഫെയിം അമ്മാമ്മയും കൊച്ചുമോനും ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അത്രയും പവറുണ്ട് ആ ഒരു പ്രാർത്ഥനയ്ക്ക്. കാരണം ഒരു നാട്ടിൽ ഒരു കുഞ്ഞ ഗ്രാമത്തിൽ മാത്രം അറിഞ്ഞിരുന്ന അമ്മാമ്മയും അമ്മാമ്മയുടെ കൊച്ചുമോനായ എന്നെയും ഇന്ന് 10 പേര് അറിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും തന്നെയാണ്. ജീവിതത്തിൽ കാരണവന്മാരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, വിജയം ഉണ്ടാവും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞങ്ങളുടെ ജീവിതം. സഹായി പ്രസിഡന്റ് ജോസഫ് പഴയാട്ടി അധ്യക്ഷനായി. മക്കളുടെ കൂടെ ആയിരിക്കാനൊക്കെ നമുക്ക് സാധിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റാരായിട്ട് ജീവിക്കുമ്പോൾ കിട്ടില്ല. അതാണ് അമ്മാമ്മയും കൊച്ചുമോനും ഇവിടെ നമുക്കൊരു മാതൃക കാണിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ മുതൽ തന്നെ അമ്മാമ്മയുടെ കൊച്ചുമോൻ്റെ ഒത്തിരിയുടെ പരിപാടികൾ നമ്മൾ കണ്ടു ആസ്വദിച്ചു. അവരെ നേരിൽ കാണാനായിട്ട് അവസരം നമ്മൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ചിറ്റാറ്റുകര പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ധന്യ ബാബു, MK രാജേഷ്, പറവൂർ റോയൽ മുസ്ലിംസ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് CJ തോമസ്, മരണാനന്തര സംഘം സെക്രട്ടറി CK ചന്ദ്രൻ, മുൻ പ്രസിഡന്റ് TV ജോഷി, ജോയി പാലാട്ടി, ബോർഡ് മെമ്പർ NK ദിലീപ്, ഷിക സജീവ്, ലിയോൺ കൈതാരൻ എന്നിവർ സംസാരിച്ചു. വനിതാ ശിശു വികസന വകുപ്പ് സൂപ്പർവൈസർ ഡോക്ടർ സീന S തുരുത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളുടെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് ബാല്യ അവസ്ഥ തുടങ്ങി യൗവനാവസ്ഥയും കടന്ന് ഇപ്പം നമ്മൾ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നു. വാർദ്ധക്യം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഭാഗ്യവാന്മാരാണ്. എല്ലാവർക്കും ഈ വാർദ്ധക്യ അവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് പലർക്കും കഴിയാറില്ല, ഇല്ലേ? നമ്മൾ പലപ്പോഴും സഞ്ചരിക്കുമ്പോൾ വെറുതെ ഒരു ദിവസം ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പലരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർദ്ധക്യ അവസ്ഥയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ, അത്ര നാൾ ആയുസ് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. സഹായി സെക്രട്ടറി MK ശശി സ്വാഗതം പറഞ്ഞു. ഞങ്ങളൊരു 10 പേര്, അത് എല്ലാ തുറയിലും സാധാരണ കൂലിപ്പണി എടുക്കുന്നവരടക്കമുള്ള ആളുകൾ അടങ്ങുന്ന ഒരു 10 പേരുടെ ഒരു കൂട്ടായ്മയാണ് ഈ സഹായി എന്ന് പറയുന്ന സംഘടന. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപ്രദേശം, പ്രത്യേകിച്ച് നാട്ടിൻപ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പുറത്ത് യാതൊരു വലിയ ബന്ധങ്ങളൊന്നുമില്ല. അവനവൻ്റെ ചെറിയ കൂരയ്ക്കുള്ളിൽ ഒതുങ്ങിക്കൂടി പണിക്ക് പോകാൻ പറ്റാതെയാണെന്നുണ്ടെങ്കിൽ വേറെ യാതൊരു സന്തോഷവും അല്ലെങ്കിൽ തരത്തിലുള്ള ആശയവും നടത്താനുള്ള ആൾക്കാരില്ല. അങ്ങനെ ഒതുങ്ങി വളരെ വിഷമിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്ന് പുറത്തിറങ്ങി സമപ്രായക്കാരുമായിട്ടും അല്ലാത്തവരുമായിട്ടൊക്കെ സംസാരിച്ച് ആശയവിനിമയം നടത്തി എന്തെങ്കിലും വിഷമങ്ങളോ സന്തോഷങ്ങളോ പങ്കുവെച്ച് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ചെറുതല്ല. KD ഗിരീഷ്, ജോർജ് മൂലൻ, KJ അജയ് കുമാർ, K രമേശൻ എന്നിവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് ഓഫ് പറവൂർ റോയൽ മുസ്ലിംസിൻ്റെ സഹകരണത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. CJ ജോയ്, സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.